അപ്പോൾ ഇന്നൊരു യാത്ര പോവുകയാണ്. നമ്മുടെ കൊച്ചുവേളി ടു യശ്വന്ത്പുര, ബാംഗ്ലൂരാണ്. അപ്പോൾ നമ്മുടെ പച്ച ട്രെയിൻ, അതായത് യശ്വന്ത്പുര കൊച്ചുവേളി ഗരീബ് ട്രെയിൻ മാറി പഴയ ICF കോച്ചിൽ നിന്ന് മാറിയിട്ടിപ്പോൾ നമ്മുടെ LHP കോച്ചിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് പുതിയതായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു അവസരവും കൂടെയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഓക്കെ. ഗൈസ്, നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെ കൊച്ചുവേളി യാർഡ്. കോച്ചിങ് ഡിപ്പോട്ട് കൊച്ചുവേളി. ട്രെയിനിലെ കുറച്ച് കൂടി പഠിച്ചിട്ട് ട്രെയിനിൽ കയറാൻ നമ്മുടെ കോച്ച് ജീറ്റുവാണ്. അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഈ കിടക്കുന്നത്. കൊച്ചുവേളി മൈസൂർ ജംഗ്ഷൻ വണ്ടിയാണ്. തൊട്ടെടുക്കും വണ്ടി. നമ്മുടെ ഹംസഫറിൻ്റെ പച്ച കോച്ചൊക്കെ വെച്ചിട്ട് വണ്ടി ഇരിക്കുന്നത്. നമ്മുടെ പ്ലാറ്റ്ഫോം 5-ലാണ്. ഓടി എത്തിട്ട് വണ്ടി എടുക്കാൻ സമയം. നമ്മുടെ പുതിയ LHP കോച്ച് ഇതേ കിടപ്പുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന വണ്ടിയാണ്. നമ്മുടെ വണ്ടി ഇതാണ്. നമ്മുടെ പുതിയ LHP കോച്ചിൽ അടങ്ങുന്ന വണ്ടി നമ്മുടെ ബാക്കിലാണല്ലോ. യശ്വന്ത്പൂർ ഗരീബിൻ്റെ പച്ച കളർ കോച്ച് മാറി നല്ല ചുവല കളർ കോച്ചൊക്കെയാണ്. പഴയ നമ്മുടെ ICF കോച്ചൊക്കെ പോയി. നമ്മുടെ LHPയുടെ പുതിയ കോച്ചാണ് വന്നേക്കുന്നത്. വണ്ടി കാണാൻ തന്നെ ഗുമ്മുണ്ട് ഇപ്പോൾ. പക്ഷെ പഴയ കളറും കൂടെ ആയിരുന്നെങ്കിൽ പൊളിയായിരുന്നു അല്ലേ. ചുവപ്പിൽ നിന്ന് കോച്ച് ഒക്കെ ഉണ്ടാക്കിയില്ല. പക്ഷെ ആ ഒരു പച്ച കളർ ഉണ്ടായിരുന്നെങ്കിൽ വണ്ടി ആ ഒരു ഇറിച്ച് നിന്നല്ലേ. നമ്മുടെ പഴയ ഗരീബിൻ്റെ പച്ച കളറായിരുന്നു അടിപൊളിയുണ്ട്. വണ്ടി കിടക്കുന്നത് നമ്മളിപ്പോൾ എല്ലാ വണ്ടിയും സെയിം കളറായി. പണ്ട് ഇതൊരു ഐഡൻറ്റിഫിക്കേഷൻ, ഒരു യുണീക്ക് കളറായിരുന്നു വണ്ടി, പച്ചയിൽ മഞ്ഞ്. അത് തിരിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വണ്ടി എടുക്കാറായെന്ന് തോന്നുന്നു. ഫോണടി കേൾക്കുന്നു. നമുക്ക് കയറാം. കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കയറാം വണ്ടിക്കകത്തേക്ക്. നമ്മുടെ പുതിയ LHP കോച്ച്. നല്ല അടിപൊളി ഇൻറ്റീരിയറൊക്കെ ഇട്ടാണ് വണ്ടി ചെയ്തേക്കുന്നത്. പഴയ ICF കോച്ചിൻ്റെ ആ ഒരു മിഡിൽ ബെർത്ത് സൈഡിൽ വരുന്നില്ല. ഇപ്പോൾ വണ്ടി എടുത്തിട്ടില്ല. വെയിറ്റിംഗ് ആണ് വണ്ടിയിൽ. എങ്ങനെയാണെന്ന് നോക്കട്ടെ. വണ്ടിയുടെ ആ പഴയ നമ്മുടെ ആംബിയൻസിൻ്റെ ഒട്ടും നല്ല ഡിഫറെൻ്റ് ചാർജിങ് അഡാപ്റ്ററുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ AC ടൈപ്പ് കണക്ടറുണ്ട്. ഒരു ചാർജിങ് ഒരു റീഡിങ് ലൈറ്റ് ഉണ്ട്. കളർ, സീറ്റിൻ്റെ കളർ തന്നെ അടിപൊളിയാണ്. ഒരു വെറൈറ്റി കളറാണ്. ബോട്ടിൽ ഹോൾഡറൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ ചെയ്തേക്കുന്നത്. നമ്മുടെ ECയുടെ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. പുതിയതിൻ്റെ അകത്ത് നിൽക്കുന്ന പുതിയ സെറ്റപ്പാണെന്ന് തോന്നുന്നു. ECയുടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. എനിക്കിപ്പോൾ സൈഡ് എനിക്ക് നമ്മുടെ ലോവറാണ് കിട്ടിയിരുന്നത്. ഈ TT കണ്ട് മാറ്റിക്കണം, അപ്പർ ബർത്ത് ആകണം. അപ്പോൾ ഈ ഒരു ഫോൺ മോഷണം പോയതുകൊണ്ട് ഇപ്പോൾ ഞാൻ സൂക്ഷിച്ചും കണ്ടാക്കി കിടക്കാറുള്ളൂ. നമുക്കിപ്പോൾ നോക്കാം. ഓരോട് വണ്ടിയാണ്, നല്ല അടിപൊളിയാണ്. പുൾമി ബോട്ടിൽ ഹോൾഡർ
ഒരു ആംബിയൻസ്, നല്ല അടിപൊളി ആംബിയൻസ് ആണ് വണ്ടിയുടെ. നമുക്ക് 2 കളറാണ് കേട്ടോ, ഒരു കളർ കോമ്പിനേഷൻ തന്നെ അടിപൊളിയാണ്. ഇതൊരു ബ്രൗണും അല്ല, ഒരു ഗ്രേപ്പ് കളറും, അതൊരു അല്ലാതൊരു അതൊരു എ സി തന്നെയാണ് കേട്ടോ. ഇത് എ സി ആണ്. നമുക്ക് കിടക്കുമ്പോൾ എല്ലാവർക്കും എ സി കിട്ടും. മറ്റേ പഴയതിനേക്കാൾ കുറച്ചും കൂടെ കംഫർട്ടാണെന്ന് തോന്നുന്നു. എല്ലാവരും കൊണ്ടുണ്ടോ, അതിനിടയിൽ ഒരു റീഡിങ് ലൈറ്റ് ഉണ്ട്. ഓവറോൾ ആംബിയൻസ് അടിപൊളിയാണ്. ഇനി നമുക്ക് ബാക്കി യാത്രകൾ നോക്കാം. പഴയ ആ ഡോറിൻ്റെ സിസ്റ്റം ആണെന്നും പറഞ്ഞിട്ടാണ് ഞാൻ വന്ന് ആദ്യം പിടിച്ച് വലിച്ചു വയ്ക്കുന്നത്. പക്ഷെ നമ്മൾ ഡോറ് മറ്റേ നമ്മുടെ പഴയ ഒമ്നി വാൻ്റെ പോലെ തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന വണ്ടിയുടെ സെറ്റപ്പ് പോലെ സ്ലൈഡിങ് ഡോർസാണ്. 2 സൈഡിലും TV ഉണ്ട്. നമുക്ക് യൂസ് ചെയ്യാനുള്ള ബ്ലാങ്കറ്റ്സ്, പില്ലോസ്, ബെഡ്ഷീറ്റ്സ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓവറോൾ ആംബിയൻസ് അടിപൊളിയാണ്. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ കോച്ചുകളിനകത്ത് മേളിലൊരു ഫാനും കൂടെ കാണും. പക്ഷേ ഇതിൽ ഫാനില്ല. അതിന് പകരം ഡയറക്റ്റ് AC ആണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഒരു രസമുണ്ട്. പ്രീമിയം കോച്ച് ലുക്ക് ഇപ്പോൾ നമ്മുടെ ഗരീബിനുണ്ട്. പക്ഷേ സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളിവിടെ നിന്ന് ഒരു ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ ഒരു യാത്ര വരുമ്പോൾ ഒരു തേർഡ് AC കുറഞ്ഞത് 1300 1400 റേഞ്ചാണ് വരുന്നത്. പക്ഷേ ഗരീബിനെ സംബന്ധിച്ചോളം പാവങ്ങളുടെ AC കോച്ച് വണ്ടി, ഗരീബ് പാവങ്ങളുടെ വണ്ടി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും ഒരു നല്ലൊരു എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു യാത്രയാണ് നമ്മുടെ ബാംഗ്ലൂർക്ക് പോകുന്നവർക്ക്. ഒട്ടുമിക്കവരും ഇത് 2 ദിവസങ്ങളിലേ വണ്ടി ഉള്ളൂ ആഴ്ചയിൽ. ഈ LHB കോച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന് ഇവിടെ ഒരു മിഡിൽ ബെർത്ത് വരുമായിരുന്നു. പണ്ട് ICF കോച്ചിൻ്റെ ഒരു മിഡിൽ ബെർത്ത് വരുമായിരുന്നു. ആ മിഡിൽ ബെർത്ത് ഇല്ലാന്ന് തന്നെ പറയുന്നതാണ് ഏറ്റവും വലിയൊരു നല്ലൊരു എന്താ പറയുക ഉപകാരപ്പെട്ടൊരു കാര്യമാണ്. അത് വെച്ചാൽ മറ്റേ നമുക്ക് അതിൻ്റെ കൺജസ്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. വെച്ചിട്ട് വണ്ണമുള്ള ഒരാൾക്കൊക്കെ ആണെങ്കിൽ അതിൽ കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, താഴെ കിടക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇവിടുത്തെ സെയിം സെറ്റപ്പ്, അത് ഇതിൻ്റെ സെയിം സെറ്റപ്പാണ് അപ്പുറത്തും വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മുടെ വണ്ടി ഇപ്പോൾ എടുക്കും 2 മിനിറ്റും കൂടെ ഉള്ളൂ, അല്ല 1 മിനിറ്റും കൂടെ ഉള്ളൂ. 4:59 5 മണിക്കാണ് വണ്ടി ഇവിടെ എടുക്കുന്നത്. രാവിലെ 9:30 അവിടെ എത്തുന്നതാണ് പറയുന്നത്. ചില സമയത്ത് ലേറ്റ് ആവാറുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ പ്രത്യേകതയാണ്. വണ്ടി ഇപ്പോൾ എടുക്കും. അപ്പോൾ അതിന് മുമ്പ് പുറത്തൊന്ന് ജസ്റ്റ് അപ്പുറത്തൊരു മൈസൂർ കൊച്ചുവേളി മൈസൂർ സൂപ്പർ എക്സ്പ്രസ് കിടപ്പുണ്ട്. നമുക്ക് അതിപ്പോൾ പോയി, പക്ഷേ അത് ലേറ്റാണ്. 4:55 പോകേണ്ട വണ്ടിയാണ്. അത് എടുത്തിട്ടില്ല. അത് പോയിട്ടേ ഇത് പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇത് 5 മണിക്ക് എടുക്കേണ്ട വണ്ടിയാണ്. ഞാൻ ഓടിപ്പാസ് ബ്ലോക്കായിപ്പോയി. അപ്പോൾ ഇനി ആ വണ്ടി പോയിട്ട് ഇത് പോകുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് പുറത്ത് പോയി നോക്കാം ആദ്യം. മൈസൂർ വണ്ടി എടുത്ത്, കൊച്ചുവേളി മൈസൂർ വണ്ടി എടുത്തായിരുന്നു. അത് 10 മിനിറ്റ് ലേറ്റായിട്ടാണ് വണ്ടി പോകുന്നത്. അപ്പോൾ ഇവൻ പോയാൽ മാത്രമേ നമുക്കിനി വന്നിട്ടുള്ളൂ. അത് ഇവനിപ്പോൾ എടുത്തതേ ഉള്ളൂ. നമ്മുടെ കോച്ചിൻ്റെ ഡോറിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെയാണ്. ബാത്റൂമിൻ്റെ ക്വാളിറ്റി നമുക്ക് നോക്കാം. ഇത് വെസ്റ്റേൺ സ്റ്റൈലിലെ ബാത്റൂം, അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. നമ്മുടെ വന്ദേ ഭാരതിൻ്റെ ഗെറ്റപ്പിലൊക്കെ ചെയ്തേക്കുന്ന ഏകദേശം കൊത്തുപോകുന്ന രീതിയിൽ. പിന്നെ ഇതൊക്കെ പാശ്ചാത്യ രീതികളാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. നമ്മൾ വെള്ളം മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇതിൻ്റെ സെറ്റപ്പ്, ഇത് ഹാൻഡ് വാഷിൻ്റെ സെറ്റപ്പ്, പൈപ്പ്, ഇതിനൊരു കാല് കൊണ്ട് ചവിട്ടി വെള്ളം വരുത്തുന്ന സെറ്റപ്പ് ഉണ്ടാവും. ചവിട്ടുമ്പോൾ ഇവിടെ നേരിട്ട് വെള്ളം വരുന്ന സെറ്റപ്പാണ്. അത് കൊള്ളാം, അടിപൊളി സെറ്റപ്പാണ്. ഒരു ചേഞ്ച് ഉണ്ട്, അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേക്കിങ്ങൊക്കെ കൊള്ളാം. നമ്മുടെ വന്ദേ ഭാരതിൻ്റെ ഒരു ആംബിയൻസ് ചെറിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇൻറ്റീരിയറിലൊക്കെ. ഇന്ത്യൻ റെയിൽവേയുടെ മാത്രം ഒരു പ്രത്യേകത വണ്ടികൾ ലേറ്റായിട്ട് എടുക്കുക. ഇത് മൈസൂരിൽ നിന്ന് ഇപ്പോൾ 10 മിനിറ്റ് ലേറ്റായിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് എത്ര നേരം ലേറ്റാവും അറിയില്ല. 5 ആണോ 10 മിനിറ്റാണോ എന്നറിയില്ല. 1 മിനിറ്റ് എടുക്കുമ്പം 5 മണിക്ക് എടുക്കേണ്ട വണ്ടിയാണ്. 5:07 ഇപ്പോൾ 7 മിനിറ്റ് ലേറ്റാണ് വണ്ടി. എനിക്ക് തോന്നുന്നു ഇതൊരു 10 മിനിറ്റിന് കുറഞ്ഞത് ലേറ്റായിട്ടാണ് എടുക്കുള്ളൂ. പക്ഷേ രാവിലെ ഒരു 10 മണി റേഞ്ചിലൊക്കെ എത്തും എന്നാണ് ഉദ്ദേശിക്കേണ്ടത്. സാധാരണ ചില സ്ഥലത്തേക്ക് ലേറ്റ് ആവാറുണ്ട്, എങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ മാത്രം പ്രത്യേകതയാണ് 5:27 താമസിച്ച് പോവുക എന്നുള്ളതൊരു നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ മാത്രം പ്രത്യേകതയാണ്. ഇതിന് എത്ര മണിക്ക് എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ, അതായത് ചെന്നൈയിൽ തയ്യാറാക്കിയ കോച്ചാണ്. ജനുവരി 2024 ഇറങ്ങിയ കോച്ചാണ്. അപ്പോൾ ഇത് ഒന്നെങ്കിൽ ഏതെങ്കിലും റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന റേക്കായിരിക്കണം, അല്ലെങ്കിൽ നമുക്കായിട്ട് തന്ന റേക്കായിരിക്കണം. റീപെയിൻറ്റ് ചെയ്ത റേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടു. പക്ഷേ അകത്തൊക്കെ അത്യാവശ്യം നല്ലൊരു പുതിയ ലുക്ക് തോന്നുന്നുണ്ട്. ഈ G എന്നുള്ള സീരീസ് വരുന്നത് എപ്പോഴും നമ്മുടെ ഗരീബിന് മാത്രമേ വരുള്ളൂ. ഇത് G2 ഞാൻ നിൽക്കുന്നത്.
ഇത് ഇവിടുത്തെ സൈഡിൽ വേറെ സമയമുണ്ട് G2 നമ്മുടെ ഉച്ചകോടിയുടെ അതുകൊണ്ട് എല്ലാം കണക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊച്ചുവേളി ഇനിയിപ്പോൾ പുതുക്കി പണിഞ്ഞ് ഭയങ്കര ലെവലിലോട്ട് മാറ്റാനുള്ളൊരു പ്ലാൻ ഉണ്ടെന്ന് പറയുന്നു. കൊച്ചുവേളി, നേമം റെയിൽവേ സ്റ്റേഷനൊക്കെ തിരുവനന്തപുരത്തിന് സാറ്റലൈറ്റ് സ്റ്റേഷൻസ് ആക്കിയിട്ട് അതിനെയൊക്കെ ഒരു അടിപൊളി റേഞ്ചിലോട്ട് ഭയങ്കര പരിപാടിയായിട്ട് ചെയ്ത് സെറ്റപ്പ് ആക്കാനുള്ള പ്ലാൻ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞ അറിവ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ എത്ര മണിക്ക് വിടും നമുക്കൊരു പിടുത്തമില്ല. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ പതിവ് തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിപ്പോഴും 12 മിനിറ്റ് 13 മിനിറ്റ് ലേറ്റാണ് ഇപ്പോൾ വണ്ടി. അപ്പോൾ നോക്കാം എത്ര മണിക്ക് എടുക്കുമെന്ന് നോക്കാം. വണ്ടിയുടെ ഓൺ ടൈമാണോ, എങ്ങനെയാണ് വണ്ടിയുടെ ആ ഒരു യാത്ര രീതിയാണ്. ഞാൻ മുമ്പ് പോയിട്ടുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മുടെ ഈ റെയിൽ ഫാനിങ്ങും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. ഒരുപാട് പേർക്ക് റെയിൽ ഫാനിങ് ഭയങ്കര ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഞാനിപ്പോൾ റെയിൽ ഫാനിങ് എന്നുള്ളൊരു സംഭവം നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. യാത്രകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ പോയ യാത്രകളൊന്നും ഇന്നേ വരെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടില്ല. ഇതെല്ലാം നമ്മൾ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ യാത്രകളെ കുറിച്ചും ഓരോ ട്രെയിനിനെ കുറിച്ചും ഓരോ പ്രത്യേകതകൾ പറയും. ഇതിൻ്റെ എനിക്ക് ലോക്കോമോട്ടീവ് എനിക്ക് തോന്നുന്നു WAP7 ആണെന്ന് തോന്നുന്നു. നമ്മുടെ വെള്ള കളർ കുതിരയാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഏറ്റവും ബാക്കിലോട്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ പറ്റുകയാണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ നോക്കിയിട്ട് പറയാം. ലോക്കോ എനിക്ക് എടുത്ത് ഫ്രണ്ടിൽ പോയി എടുക്കാനുള്ള സമയമില്ല, അല്ലെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു. നോക്കട്ടെ എവിടെയെങ്കിലും പാലക്കാട് നിർത്തിയിടും വേണ്ടി. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിൻ്റെ ലോക്കോ ഏതാണെന്ന് നോക്കാം. ഏത് ഇതിലെ ലോക്കോ ആണെന്ന് നമുക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും കൃഷ്ണരാജപുരം ആയിരിക്കാനുള്ള സാധ്യത. ആ സാധനം അവിടെ നിന്ന് വരുന്ന ലോക്കോ ആയിരിക്കാനാണ് സാധ്യത തിരിച്ച് പോകുമ്പോൾ. തിരുവനന്തപുരം ജില്ല 15 മിനിറ്റ് ലേറ്റ് ആക്കിയിട്ട് നമ്മുടെ വണ്ടി അങ്ങനെ എടുത്തു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എടുത്തേ ഉള്ളൂ. എത്രയൊക്കെ പറഞ്ഞാലും ട്രെയിൻ ഇങ്ങനെ ഞട്ട പോകുന്ന വളഞ്ഞു പോകുന്ന ആ ഒരു ഭംഗി അത് എത്രയൊക്കെ പറഞ്ഞാലും റെയിൽ ഫാനിങ് ചെയ്യുന്നതാണെന്ന് രീതിയിൽ ട്രെയിൻ ഫാൻസിന് അതെപ്പോഴും ഇങ്ങനെ പോകുന്നത് ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു പോകുന്ന നല്ല രസമുണ്ട്. ഇതിൻ്റെ റെയിൽവേയിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റാണ് കൂട്ടിയിട്ടേക്കുന്നത്. അവിടെ ഇതൊരു WAP7 ലോക്കോ അവിടെ കിടപ്പുണ്ട്. എല്ലാ LSB കോച്ചാണല്ലേ. അപ്പുറത്ത് പറയുന്നത് ചണ്ഡീഗഡ് കൊച്ചുവേളിയാണ് അപ്പുറത്ത് കിടക്കുന്നത്. അപ്പം ഒട്ടുമിക്ക ലോങ്ങിൻ്റെ വണ്ടികളും ഇപ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊച്ചുവേളിയുടെ പേര് മൊത്തത്തിൽ മാറ്റിയിട്ട് ഒരു ട്രിവാൻഡ്രം സൗത്തെന്നോ ട്രിവാൻഡ്രം നോർത്ത് അങ്ങനെ ആക്കാനാണ് പ്ലാന്. ഇതെല്ലാം ട്രെയിനിൽ IRCTCയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളാണ് എല്ലാം. അപ്പുറത്ത് വരെ കിടപ്പുണ്ട് അപ്പുറത്തൊരു WAP7 കിടപ്പുണ്ട്, WAP9 കിടപ്പുണ്ട്, WAG9 കിടപ്പുണ്ട്. അവിടെ ഒരു വണ്ടിയും കിടപ്പുണ്ട്. അതിൽ കണക്ട് ചെയ്യാൻ WAG9 കിടക്കുന്ന അവിടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനാണ്. ബാംഗ്ലൂർ ലുക്കാണ്. ഒന്നാമത് നമുക്ക് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ ബാംഗ്ലൂർ ലുക്കുണ്ട്. സ്പീഡ് എടുത്തിട്ടുണ്ട്. അപ്പം അതേ സംസാരിച്ച് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റില്ല. ചെറുക്കനെ ഇപ്പോൾ സ്പീഡിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ WAP7 തന്നെയാണ് ലോക്കോ. വെള്ളക്കുല്ല അത് തന്നെ ലോക്കോ. പാലക്കാട് എത്തുമ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇത്രയും ദൂരം കാണണം. അവിടെ തന്നെ വണ്ടി കുറച്ച് നിർത്തിയിടും. ആ സമയത്ത് ലോക്കോ നമുക്ക് കാണാം. നമ്മുടെ സൗണ്ടിൻ്റെ സെറ്റപ്പ് വരാൻ കാണിച്ചത് സെറ്റപ്പ് വരാൻ കൊല്ലത്തെത്തിയപ്പോൾ നമ്മുടെ വണ്ടി വിട്ടു. ഇതൊരു പുനലൂർ മധുരൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് വരുന്നുണ്ട്. അൺറിസർവ്ഡാണ്. സൂപ്പർ ഫാസ്റ്റിൻ്റെ പേര് മാത്രമേ ഉള്ളൂ, അൺറിസർവ്ഡാണ്. അപ്പുറത്ത് കാണുന്ന നമ്മുടെ ശങ്കരാപുരം സെൻട്രൽ തിരുവനന്തപുരം പോകുന്ന ഏറനാട് എക്സ്പ്രസ്സാണ്. മുമ്പ് നാഗർകോവിൽ വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചുരുക്കി വീണ്ടും തിരുവനന്തപുരം വരെ ആക്കിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഇതവിടെ എത്തുമ്പോൾ ഒരു 8 മണി ആ റേഞ്ചൊക്കെ ആകും വണ്ടി ട്രിവാൻഡ്രത്ത് എത്തുമ്പോൾ. ഒരുപാട് എറണാകുളം ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേർക്ക് യാത്രയ്ക്ക് സൗകര്യം കൊടുക്കുന്നൊരു വണ്ടിയാണ്. ജോലി കഴിഞ്ഞ് നേരെ കയറി കായംകുളം കൊല്ലത്തൊക്കെ വന്ന് ഇറങ്ങാൻ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നൊരു വണ്ടിയാണ്. അതിന് മുമ്പ് അപ്പോഴൊരു മെമോ ഉണ്ട്, അത് വന്നതിന് തൊട്ട് പുറകെ വണ്ടി എത്തുമായിരുന്നു. എപ്പോൾ നല്ല ടിക്കറ്റ് കിട്ടും. അൺറിസർവ്ഡ് ആണ് എല്ലാ ഒട്ടുമിക്ക കമ്പാർട്ട്മെൻറ്റ്സും.
ക്യാബിൻ അവിടെ കടന്നിരിക്കുകയാണ്. ഇപ്പം ബാക്കിൽ കാണാം ഡി ക്യാബിൻ. അവിടെ കുറച്ച് നേരം പിടിച്ചിടും വണ്ടി, അത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഡി ക്യാബിൻ കഴിഞ്ഞ് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. വളരെ കാണുന്ന രസമാണ്. എറണാകുളം നോർത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കണം. വണ്ടി ഓൺ ടൈമാണ്. വണ്ടി വലിയ വ്യത്യാസമൊന്നുമില്ല. 4 മണിക്കൂർ കൊണ്ട് എത്തി. പരിപാടി ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ വേസ്റ്റിട്ട് ബ്ലോക്കാക്കി നശിപ്പിച്ചിട്ടേക്കാണ്. എവിടെയൊക്കെ ഇതുണ്ടോ ഇതിലൊക്കെ വെള്ളത്തിൻ്റെ അകത്ത് വേസ്റ്റൊക്കെ ഇട്ട് അതിനെ നശിപ്പിച്ച് നാനാശേഷാക്കേണ്ട പരിപാടി ഇപ്പോഴും ഇവിടെ ഉണ്ട്. പുതിയ വണ്ടിക്കകത്ത് ആ പരിപാടി വെച്ചിട്ടുണ്ട്. കാരണം നോർത്തിൽ ഒരു ടിൻ ലോക്ക് കിടപ്പുണ്ട്. WG9XCയുടെ നമ്മുടെ നിലവിലെ ഗുഡ്സിൽ ലോക്കാണ് നീട്ടുന്നുണ്ട്. ലോക്കപ്പിലേക്കാണ് നീട്ടുന്നത്. അപ്പോൾ അത് ഇവിടെ ഗുഡ്സിന് വേണ്ടിയിട്ട് ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി കിടക്കുന്നതാണ് ടിൻ ലോക്ക് കിടക്കുന്നത്. ഇവർ കേരളത്തിലുള്ളതിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ലോക്കോസിലൊന്നാണത്. എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കളർ വെച്ച്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ രാത്രിത്തെ വ്യൂവാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ പാലക്കാട് എത്തി. പാലക്കാട് ഹോൾട്ടാണ്. നമ്മുടെ ബാക്കിൽ WDP 4Dയുടെ ഒരു ഡീസൽ ലോഗോ കാണാം. നമുക്ക് നമ്മളൊരു ട്രിപ്പ് പോകാണ്ട് കിടക്കുന്ന വണ്ടിയാണ്. WDP 4Dയുടെ ഡീസൽ ലോഗോ ഏറ്റവും പവർഫുൾ എഞ്ചിൻ ഡീസലിന്. അപ്പോൾ അതാണ് ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് നമുക്കൊരു ഗുഡ്സ് ഒരു ഫ്ലൈറ്റിൻ്റെ അകത്ത് ഒരു WG9 കിടപ്പുണ്ട്. ഇവിടെ എനിക്ക് വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഹോൾട്ടിലാണ്. വണ്ടി ലോങ് പോകുന്ന വണ്ടിയിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഹോൾട്ടാണ്. അപ്പോൾ ആ ഹോൾട്ട് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് ഇവിടെ കാണും വേണ്ടി. നമുക്കപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലോക്ക് പോയി നോക്കിയിട്ട് വരാം. ബാക്കിലായതുകൊണ്ട് നമുക്കിനി ഇപ്പം അപ്പുറത്തെ ഫില്ലിയൻ്റെ ബാക്കി ഇപ്പുറത്തെ അടി പോകും. നമുക്കിപ്പം നമ്മൾ ഏറ്റവും ബാക്കിലാണ് നമ്മുടെ കോച്ച്. അപ്പോൾ നമുക്ക് ഏറ്റവും ഫ്രണ്ടിലോട്ട് പോയാൽ നമ്മുടെ ലോക്ക് ഏതാണെന്ന് അറിയാൻ പറ്റും. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലെത്തി. നമ്മുടെ യശ്വന്ത്പൂർ കൊച്ചുവേളി ഗരീബ് രഥ് എക്സ്പ്രസ്. ഇപ്പോൾ യശ്വന്ത്പൂർ കൊച്ചുവേളി എന്ന് എഴുതിയിട്ടുണ്ട്. പണ്ട് ഗരീബ് രഥ് എഴുതിയിട്ടുണ്ടാവില്ല. ഇതാണ് നമ്മുടെ ലോക്കോ. കൃഷ്ണരാജപുരം ഷെഡിലെ ലോക്കോ ആണ് നമ്മൾ വണ്ടിയുടെ. ഇവിടെ ലോക്കോ വന്നിട്ട് കൃഷ്ണരാജപുരം ഷെഡിലെ ലോക്കോ. ഞാൻ പറഞ്ഞ പോലെ KJM ലോക്കോ ആണ് ഇവിടെ. അതാണ് നമ്മുടെ ലോക്കോ. ബാക്കിലോട്ട് തിരിച്ച് നമ്മുടെ കോച്ചിലേക്ക് പോകാം. ട്രെയിൻ വരുന്ന സമയം 6 വരുന്നത് റോയപ്പുരത്തിൻ്റെ ലോക്കോ ആണ്. റോയപ്പുരം ഷെഡിലെ ലോക്കോ ആണ്. തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞാൽ ചെന്നൈക്ക് പോണ എക്സ്പ്രസ്സാണ്. MGR ചെന്നൈ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സാണിത്. ഇത് നാളെ രാവിലെ അവിടെ ചെന്നൈയിലെത്തും. നമ്മുടെ കോച്ചിലോട്ട് കയറണം. ട്രെയിൻ എടുക്കുന്നതിന് ഓടിക്കുന്ന കയറണം. ഞാൻ അറ്റം വരെ പോകണം. G50യിലാണ് ഇങ്ങനെ G2യിലോട്ട് പോകണം. ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടെന്നാണ് അവിടെ വണ്ടി ഒട്ടിക്കുകയാണ്. അതിനൊരു ഗ്ലാസ് കൊണ്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടിയുടെ. സുഖമായിട്ട് നല്ലൊരു ഉറങ്ങി. നമ്മുടെ ICF കോച്ചിനേക്കാളും നല്ല കംഫർട്ടുണ്ട്. കുലുക്കം കുറവാണ്. ഉറങ്ങാൻ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ബനസ്വാടി എത്തി. എണീറ്റപ്പോൾ ബനസ്വാടിക്ക് മുമ്പാണ് ഞാൻ എണീറ്റതൊന്ന് ഫ്രഷായി ഇങ്ങോട്ട് വന്നത്. ICF വെച്ച് നോക്കുമ്പോൾ നല്ല കമ്പാരിറ്റീവ്ലി നല്ല സുഖമാണ്. ഉറങ്ങാനായാലും രാത്രി യാത്രയ്ക്ക് നല്ല അടിപൊളിയാണ്. നമ്മുടെ പുതിയ റേക്ക് നമ്മുടെ
അപ്പോൾ ധനസ്വാമി പാസ് എടുക്കുകയാണ്. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പഴയ റേറ്റ് റെസ്റ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. അവിടെ ഉണ്ടാവും ചിലപ്പോൾ നോക്കാം. കൊങ്കൺ പാത വരുന്നതിന് മുമ്പുള്ള മുംബൈക്ക് പോകുന്ന റൂട്ടാണത്. ഈ റൂട്ട് ഇത്തിരി ടാസ്ക് റൂട്ടാണ്. ദുരന്തം പിടിച്ച റൂട്ടെന്ന് പറയാൻ പറ്റുന്നതാണ്. കാരണം ഞാൻ എന്താ പറയുക, ഒറ്റകോളഹള്ളി എത്തി. ഈ റൂട്ട് പണ്ട് നമ്മുടെ ഒത്തിരി ഡ്രൈ ലാൻഡുള്ള സ്പോട്ടാണത്. അതുകൊണ്ട് പണ്ട് കൊങ്കൺ റൂട്ട് വരുന്നതിന് മുംബൈക്ക് പോകുന്ന റൂട്ടാണ് ഇവിടെ. വണ്ടി ഇപ്പോൾ ഹോൾട്ട് ചെയ്തിട്ടേക്കുന്നത്. ഇത് കൊണ്ടവീട് എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനാണ്. ഇത് സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആണ്. ഇത് സെക്കന്ദരാബാദ്, യശ്വന്ത്പുരം, മച്ചിലിപുരം എന്ന് പറഞ്ഞ 3 സ്പോട്ടുകൾ റേക്ക് ഷെയർ ചെയ്യുന്ന വണ്ടിയാണത്. അപ്പോൾ ഇതിവിടെ ഹോൾട്ട് ചെയ്തിട്ടേക്കണം. നമ്മുടെ വണ്ടി ഇവിടെ ഹോൾട്ട് ചെയ്തിട്ടേക്കാണ്. കാണുന്ന ചുരുക്കമാണ് ഇത്. നമ്മുടെ എനിക്ക് തോന്നുന്നു കാറില്ലേ, കാറിൻ്റെയൊക്കെ ഇത് കൊണ്ടുപോകുന്ന റേക്കാണെന്ന് തോന്നുന്നത്. ഇതിനകത്ത് വണ്ടിയിൽ കാറിൻ്റെ പടമൊക്കെ ഉണ്ടാണ്. ഇത് ഹ്യുണ്ടായി മാർജിനുള്ള കാറുകൾ കൊണ്ടുപോകുന്ന റേക്കാണെന്ന് തോന്നുന്നു. നമ്മുടെ പഴയ യശ്വന്ത്പുര കൊച്ചുവേളി കളർ ട്രെയിൻ ഇതേ കിടക്കുന്നത്. അതിപ്പോൾ സമാധാനമായിട്ട് റെസ്റ്റ് എടുക്കുകയാണ് വണ്ടി. അതിന് വേറെ റൂട്ടിലേക്ക് വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഇപ്പം സെക്കന്ദരാബാദ് യശ്വന്ത്പുരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ റേക്ക്. നമ്മുടെ മുമ്പ് കൊച്ചുവേളി യശ്വന്ത്പുരം ഓടിക്കൊണ്ടിരുന്ന റേക്ക് ഇപ്പോൾ സെക്കന്ദരാബാദ് യശ്വന്ത്പുരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗരീബിൻ്റെ ആ റേക്ക്. പഴയ നമ്മുടെ കൊച്ചുവേളി ട്രിവാൻഡ്രം യശ്വന്ത്പൂർ ഗരീബ് രഥ് എക്സ്പ്രസിൻ്റെ റേക്കാണ് കിടക്കുന്നത്. റെസ്റ്റല്ല, നാശൻ വേറെ ഓട്ടത്തിലുണ്ട്. ഓട്ടത്തിന് റെഡിയാകുകയാണോ എന്നറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എൻജിനൊക്കെ സ്റ്റാർട്ടാണ്. ദുരന്തോൻ്റെ ഒരു ജനറേറ്റർ കാർ വാനാണ് അതിൻ്റെ അത് കണക്ട് ചെയ്തേക്കുന്നത്. സെക്കന്ദരാബാദ് യശ്വന്ത്പൂർ ഗരീബ് രഥ് എക്സ്പ്രസ്. ലാലാഗൂഡയുടെ ഷെഡിലെ W7 ആണ്. WDP4 ആണ് കിടക്കുന്നത്. ഡീസൽ ലോക്കോ. പുതിയ നമ്മുടെ എന്നത്തെയും റെയിൽ ഫാൻസിൻ്റെ ഇഷ്ടപ്പെട്ട ആൽക്കോൻ്റെ ലോക്ക്. ഇതൊക്കെ കിട്ടുന്ന റെയറാണ്. വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെ സാധനം കണ്ണിൽ കാണാൻ കിട്ടുന്ന തന്നെ. കൃഷ്ണരാജപുരത്തിൻ്റെ ഷെഡിൽ തന്നെ ആൽക്കോൻ്റെ ലോക്കമാണ് കിടക്കുന്നത്. അപ്പുറത്ത് വേറൊരു യശ്വന്ത്പുരയുടെ കിടപ്പുണ്ട്. അത് നമ്മുടെ പവർ വാൻ മാത്രമാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ യശ്വന്ത്പുരയിലേക്ക് എത്തി. കയറിപ്പോകൊണ്ടിരിക്കുന്നു. ഷെഡ് കിടക്കുന്നു. ഞാൻ പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ.
സിംഗപ്പൂരിലെത്തി. അപ്പോൾ ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ ഒരു യാത്ര ഉണ്ട്. അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. അത് പ്രശാന്തി എക്സ്പ്രസ്സിൽ നമ്മുടെ കേസാറിൽ നിന്ന് സത്യസായി പ്രശാന്തി നിലയം റെയിൽവേ സ്റ്റേഷൻ പുട്ടപർത്തി പോകുന്ന ഒരു വീഡിയോ ആണ്. ഇവിടെ കാണുന്നവർ എല്ലാവർക്കും